ഹലോ മിഗോസ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോണത്. എൻ്റെ വീടിൻ്റെ അടുത്ത്, അതായത് കളമശ്ശേരിയിലെ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവമായതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ തലേ ദിവസം നമ്മുടെ ഉത്സവത്തിൻ്റെ ആ ഒരു പ്രതീതിയൊക്കെ വന്നൊരു സ്ഥലം ഈ പലഹാരം ഉണ്ടാക്കല്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പലഹാരമൊക്കെ. പക്ഷേ ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ നല്ല ഉഷാറായി അച്ചപ്പവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ വീടൊരു ഒച്ചപ്പാടും ബഹളവും, അല്ലെങ്കിൽ അച്ഛയും അമ്മയും കടയുടെ തിരക്കായിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാലാണ് അവിടെ ഒച്ചയും ബഹളമൊക്കെ, പിള്ളേരും കുട്ടീസും എല്ലാവരും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഉത്സവത്തിൻ്റെ തലേദിവസം രാത്രി ഏകദേശം ഒരു 1:45 2 മണിയായിട്ടും ഇതുവരെ പലഹാരം ഉണ്ടാക്കി തീർന്നിട്ടില്ല. അപ്പോൾ ഞാനാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. അമ്മയും ചേച്ചിയും ഒറ്റയ്ക്കുള്ളെങ്കിൽ വേഗം പണി നിർത്തി അവരിപ്പോൾ നല്ല ഉറക്കമായിരുന്നു. പക്ഷേ ഞാൻ ഈ കിടന്ന് അലമ്പും അവരെ റോളിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മ അച്ചപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ചേച്ചിയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചുടാമെന്ന് പറഞ്ഞ്, സത്യം പറഞ്ഞാൽ ഇതുവരെ അച്ചപ്പം ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടില്ല. അമ്മയും ചേച്ചി ഉണ്ടാക്കാറുണ്ട്, അടുക്കളേൻ്റെ ഏരിയ അല്ല. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ പുതിയ അടുക്കളയൊക്കെ കയറി തുടങ്ങി. അപ്പോൾ അച്ചപ്പം ആദ്യമായിട്ടാണ് അച്ചിൽ മുക്കിയിട്ടൊക്കെ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ സക്സസ് ആയി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ചേച്ചി സത്യം പറഞ്ഞാൽ അമ്മയുടെ കറക്റ്റ് ഡിറ്റോയാണ് കേട്ടോ. കാണാനാണെങ്കിലും കുക്ക് ചെയ്യണ കാര്യത്തിലാണെങ്കിലും അമ്മ നല്ല ടേസ്റ്റിലൊക്കെയാണ് ഫുഡ്, നല്ല കൈപ്പുണ്യാണ്. കൈപ്പുണ്യം ചേച്ചി കിട്ടിയാണ്. ഞാൻ കറക്റ്റ് അച്ഛനെ പോലെ, അച്ഛൻ ഫുഡൊക്കെ കുക്ക് ചെയ്യും കേട്ടോ. പക്ഷേ ആൾ അപൂർവമാണ് കുക്ക് ചെയ്യുമെങ്കിലും അടിപൊളിയാണ് ഫുഡൊക്കെ. അപ്പോൾ കാണാനും ഞാൻ അച്ഛനെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാത്രി 2 മണിയായിട്ടും അടുക്കളയിലെ പണിയൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. അച്ഛൻ നല്ല ഉറക്കം, ചേട്ടന്മാർ നല്ല ഉറക്കം, കുട്ടികൾ നല്ല ഉറക്കം, എല്ലാവരും നല്ല ഉറക്കമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ചെല്ലണ സമയത്തൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഈ ഒരു മൊമെൻ്റൊക്കെയാണ്, രണ്ടുപേരുടെ ഇടണം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അമ്മ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. ലാസ്റ്റ് ആൾ ചിരിച്ച് ലാസ്റ്റ് കരച്ചിലായി. അപ്പോൾ സത്യം പറഞ്ഞാൽ 3 പേരും ഇതേപോലെ കുറേ നാളായിട്ടോ കൂടിയിട്ട്. ചേച്ചി വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലില്ല, എനിക്ക് തിരക്കായിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ ചേച്ചി ഉണ്ടാവില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ 2 പേരും കൂടി ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല, ഫുൾ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചൊക്കെയിരുന്നു അടുക്കളയിൽ പണി. ചേച്ചിയുടെ പുതിയ ഐറ്റം ഞങ്ങളെ പരിചയപ്പെടുത്താറുന്നു. ചേച്ചി ഞങ്ങൾക്ക് 2 പേർക്കും ത്രെഡ് ചെയ്ത് തന്നു. ഞാനും ചേച്ചിനെ ഹെൽപ്പ് ചെയ്ത് ത്രെഡൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ തലേ ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചു. അങ്ങനെ ഉത്സവ ദിവസമായി രാവിലെയൊക്കെ അടിച്ച് പൊളിച്ചു. വൈകുന്നേരം നമ്മുടെ കുഞ്ഞപ്പൂ ആദ്യമായിട്ട് നമ്മുടെ താലം എടുത്തു കേട്ടോ. ആൾക്ക് 4 വയസ്സ് അടുത്ത മാസമാവും. പക്ഷേ ആൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
ഉത്സവത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് നിറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ച് കുട്ടിപ്പാട്ടങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഉത്സവം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ആന ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. ഞാൻ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്, ഇപ്രാവശ്യം ആന ഉണ്ടായിരുന്നില്ല. ബാക്കി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളൂ. എന്നാലും നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് കണ്ണൻ ചേട്ടനും അശ്വതി ചേച്ചിയും നമ്മുടെ നന്ദുകുട്ടിയും അതേപോലെ തന്നെ അമ്പാടിയും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ രാത്രി ഞങ്ങൾ എല്ലാവരുടെയും ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ചു, അടിച്ച് പൊളിച്ചു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഉത്സവം ഞങ്ങൾ അടിപൊളിയാക്കിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.